Hello guys, welcome back to my channel. It's me, your Lebens vlog. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് കടക്കോഴി മുതുമം പൊരിച്ചതാണ്. അതോടൊപ്പം തന്നെ കടക്കോഴിയാണ് നമ്മൾ സാധാരണ ലഗോൺ കോഴിനെ കാട്ടി ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം അതിലേക്ക് ഞാൻ കടക്കോഴിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ചിക്കൻ റെസിപ്പീസിൽ നമ്മൾ അധികം ചിക്കൻ എത്ര സമയം വെള്ളാറ്റ വെക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. കാരണം അതിൽ മസാല ഒക്കെ പിടിക്കാനൊക്കെ നന്നായിട്ട് വരും. മസാലയ്ക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗിഞ്ചർ ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് പേസ്റ്റ് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഒരു പിഞ്ച് ഗരം മസാല പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് ഇതേപോലെ ഇട്ടിട്ട് വേണം നിങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ. അതിൽ തന്നെ ഇട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഇട്ട് മാരിനേറ്റ് ചെയ്താൽ കാടക്കോഴി പെട്ടെന്ന് പൊട്ടിപ്പോവും, അത്ര സ്ട്രോങ് ഉണ്ടാവില്ല അതിന്. അപ്പോൾ എന്താ, നിങ്ങൾ ഇതേപോലെ കൈ യൂസ് ചെയ്തിട്ട് കൈക്ക് എടുത്ത് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 കാടക്കോഴിക്കിലെ മസാല മാരിനേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇതിന് ഉള്ളിലൊക്കെ മാക്സിമം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നോ അത്രയും സമയം നിങ്ങൾ എന്തെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പൊരിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ നല്ലൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ മാക്സിമം കൊണ്ടുപോകുന്ന ചീനിച്ചട്ടി അല്ലെങ്കിൽ വലിയ ചീനിച്ചട്ടി ഇട്ട് മൊത്തമായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൊട്ടിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കടക്കോഴി മൊത്തം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിലേക്ക് തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും മണമൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റിയുമാണ് ഈ മസാല എടുത്ത് ചിക്കൻ്റെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും കറിവേപ്പിലും ഇട്ട് ഒന്ന് നമ്മൾ കറിക്ക് കാച്ചിലുള്ള അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെതറി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡോണ്ട് മിസ് മൈ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.